ഹായ് ഗൈസ്, അൺഫിൽട്രേഡ് ട്രാക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ കോളേജുകളിൽ റാഗിംഗ് നിർത്തലാക്കിയ കൊലപാതകം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വാ നമുക്കൊന്ന് നോക്കാം. 1996 നവംബർ 7 ചെന്നൈ നഗരം ദീപാവലി ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുന്ന സമയം മന്ദവൈലി പോലീസ് സ്റ്റേഷനിലെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചു. മന്ദവൈലി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിൻ്റെ പിൻ സീറ്റിനടിയിൽ അനാഥമായി കിടക്കുന്ന ഒരു ട്രാവൽ ബാഗിനെ കുറിച്ചായിരുന്നു ആ സന്ദേശം. അതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധവും ചോരപ്പാടുകളും കണ്ട യാത്രക്കാർ ഭയന്നു വിറച്ചു. പോലീസ് കുതിച്ചെത്തി. വിറയ്ക്കുന്ന കൈകളോടെ ആ ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച പോലീസുകാരുടെ പോലും രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. കൈകാലുകളോ തലയോ ഇല്ലാത്ത മനുഷ്യ ശരീരത്തിൻ്റെ ഉടൽഭാഗം മാത്രമായിരുന്നു അത്. ഇന്ത്യയെ മുഴുവൻ നടുക്കിയ റാഗിംഗ് എന്ന ക്രൂരതയ്ക്കെതിരെ നിയമം വരാൻ കാരണമായ പൊൻ നവരസു എന്ന പേരിൽ അവരിൽ നിന്നും തുടങ്ങിയിരുന്നു. തമിഴ്നാട്ടിലെ ചിദംബരം രാജ മുത്തയ്യ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പൊൻ നവരസു. മദ്രാസ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ PK പൊന്നുസ്വാമിയുടെ പ്രിയപ്പെട്ട മകൻ. നവംബർ 6 അവൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അപ്പ, നാളെ ദീപാവലി വെക്കേഷൻ തുടങ്ങുകയാണ്, ഞാൻ വരുന്നു എന്നതായിരുന്നു ആ സന്ദേശം. എന്നാൽ നവംബർ 7 കഴിഞ്ഞിട്ടും നവരസു എത്തിയില്ല. മകൻ തിരക്കിലായിരിക്കാം എന്ന് കരുതി അച്ഛൻ സമാധാനിച്ചു. പക്ഷേ 10 ആയിട്ടും മകനെ കാണാതായതോടെ ആ അച്ഛൻ ചിദംബരത്തിലേക്ക് തിരിച്ചു. ഹോസ്റ്റലിലെത്തി നോക്കിയപ്പോൾ നവരസു മുറിയിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. പൂട്ട് പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ടത് അലക്ഷ്യമായി കിടക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളുമായിരുന്നു. അവൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടില്ല എന്ന് അതോടെ ഉറപ്പായി. അച്ഛൻ പോലീസിൽ പരാതി നൽകി. അപ്പോഴേക്കും മന്ദവൈലിയിൽ നിന്നും ലഭിച്ച ഉടൽ ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. നവരസുവിനെ കാണാതായതോടെ സുഹൃത്തിൽ നിന്നും ഒരു പേര് പോലീസിന് ലഭിച്ചു: ജോൺ ഡേവിഡ്. അതെ, കോളേജിലെ സീനിയർ വിദ്യാർത്ഥി. ജൂനിയർ കുട്ടികളെ ക്രൂരമായി റാഗ് ചെയ്യുന്ന കുപ്രസിദ്ധനായിരുന്നു ജോൺ. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ ആരും അവനെ നോക്കിയിട്ടില്ല. എന്നാൽ നവരസു വ്യത്യസ്തനായിരുന്നു. വലിയൊരു പദവിയിലിരിക്കുന്ന അച്ഛൻ്റെ മകനായതുകൊണ്ടും റാഗിംഗ് നിയമവിരുദ്ധമാണെന്ന ബോധ്യമുള്ളതുകൊണ്ടും നവരസു ജോൺ ഡേവിഡിന് വഴങ്ങിയില്ല. തൻ്റെ മുന്നിൽ തലകുനിക്കാത്ത ആ ജൂനിയർ പയ്യൻ ജോൺ ഡേവിഡിൻ്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. പകയോടെ അവൻ അവസരത്തിനായി കാത്തിരുന്നു. നവംബർ 6 വൈകുന്നേരം നവരസു കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ സമയം ജോൺ ഡേവിഡ് സൗഹൃദം നടിച്ച് നവരസുവിനെ സമീപിച്ചു. നമുക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം തീർക്കാം എന്നും പറഞ്ഞ് അവൻ നവരസുവിനെ തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. മറ്റുള്ളവർ TV കാണാൻ പോയ സമയം നോക്കി മുറി ലോക്ക് ചെയ്ത ജോൺ ഡേവിഡിൻ്റെ ഭാവം മാറി. അവൻ നവരസുവിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ ആജ്ഞാപിച്ചു. ശേഷം തൻ്റെ ഷൂസ് നക്കി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അപമാനത്താൽ നവരസു അത് നിരസിച്ചു. ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് നവരസു ഉറപ്പിച്ചു പറഞ്ഞു. കല്ല് തുള്ളിയ ജോൺ ഡേവിഡ് നവരസുവിൻ്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. ആ ഒരൊറ്റ അടിയിൽ നവരസു എന്ന 19കാരൻ തറയിൽ വീണു. മിടിപ്പ് നിലച്ചു. തൻ്റെ റൂമിൽ വെച്ച് ഒരു കൊലപാതകം നടന്നു എന്ന യാഥാർത്ഥ്യം ജോൺ ഡേവിഡിനെ ഭയപ്പെടുത്തി. മൃതദേഹം ഒളിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. കോളേജ് ലാബിൽ നിന്നും മോഷ്ടിച്ച സർജിക്കൽ കത്തികൾ ഉപയോഗിച്ച് ആ ഡോക്ടറാകാൻ കൊതിച്ച ആ വിദ്യാർത്ഥിയുടെ ശരീരം ജോൺ ഡേവിഡ് കഷ്ണങ്ങളാക്കി. തലയും കൈകാലുകളും വെട്ടിമാറ്റി. തല ഒരു കവറിലും കൈകാലുകൾ മറ്റൊരു കവറിലും ഉടൽഭാഗം ഒരു ചെറിയ ട്രാവൽ ബാഗിലുമാക്കി ചോരപ്പാടുകൾ മായ്ച്ച് അന്ന് രാത്രി തന്നെ അവൻ ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറി. യാത്രക്കിടയിൽ തലയും കൈകാലുകളും വിജനമായ സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞു. എന്നാൽ ഉടൽ അടങ്ങിയ ചെറിയ ബാഗ് ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിയാൻ അവൻ സാധിച്ചില്ല. ചെന്നൈയിൽ ഇറങ്ങിയ അവൻ മന്ദവൈലി ബസ് സ്റ്റാൻഡിലെ ഒരു ബസ്സിൽ കയറി ആ ബാഗ് സീറ്റിനടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. നവംബർ 11 മണ്ണാർഗുഡി മജിസ്ട്രേറ്റിൽ മുന്നിലെത്തി ഞാനാണ് അവനെ കൊന്നത് എന്ന് പറഞ്ഞ് അവൻ കീഴടങ്ങി. പോലീസ് കസ്റ്റഡിയിൽ ആദ്യം മൗനം പാലിച്ചെങ്കിലും പിന്നീട് അവൻ കുറ്റം ഏറ്റുപറഞ്ഞു. നവരസുവിൻ്റെ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി പോലീസ് കണ്ടെടുത്തു. DNA ടെസ്റ്റിലൂടെ അത് നവരസുവിൻ തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ചു. 1998 മാർച്ചിൽ വിചാരണ കോടതി ജോൺ ഡേവിഡിനെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. 2001 മദ്രാസ് ഹൈക്കോടതി മതിയായ സാക്ഷികളില്ല എന്ന കാരണത്താൽ ജോൺ ഡേവിഡിനെ വെറുതെ വിട്ടു. നീണ്ട മുടിയും കയ്യിൽ ബൈബിളുമായി ഒരു മാന്യനെ പോലെ അവൻ ജയിലിൽ നിന്നിറങ്ങി. ഞാൻ തെറ്റുകാരനല്ല എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ നീതിപീഠം കണ്ണടച്ചില്ല. തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സാഹചര്യ തെളിവുകൾ ശക്തമാണെങ്കിലും കൊല്ലപ്പെട്ട അന്ന് ജോൺ ഡേവിഡ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചതും ബാഗുകളുമായി പോകുന്നതും വാച്ച്മാൻ കണ്ടതും എല്ലാം സുപ്രീം കോടതിയിൽ ശരിവെച്ചു. ഹൈക്കോടതി വിധി റദ്ദാക്കി
ജോൺ ഡേവിഡിന്റെ ഇരട്ട ജീവപര്യന്തം സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു. ഒരു ദീപാവലിക്ക് വീട്ടിലെത്തുമെന്ന് വാക്ക് നൽകിയ പൊൻ നവരസു ഒരിക്കലും മടങ്ങിയെത്തിയില്ല. പക്ഷേ അവന്റെ മരണം വെറുതെയായില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റാഗിംഗ് എന്ന പീഡനത്തിനെതിരായി 1997 തമിഴ്നാട് സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവന്നു. ഒരു തലമുറയെ തന്നെ ഭയപ്പെടുത്തിയ ആ ക്രൂരകൃത്യം ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും അവശേഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.